ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചുള്ളിക്കമ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ ഒരു സ്പ്രേ പെയിൻറ്റ് വേണം, അതുപോലെ 2 ടിലോയുടെ കാലി ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കളർ നൂലുകളും നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു സിൽക്ക് പൗഡറാണ്. അതേപോലെ ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ഒരു ഫെവിക്കോളിൻ്റെ ചെറിയൊരു ടിന്നും ആവശ്യമുണ്ട്, പിന്നെ കത്രിക, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോട് കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിലേക്ക് പോയി നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു കവറെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഒരു സെൻറ്റർ ഭാഗം ഇവിടെ കട്ട് ചെയ്യണം. ഇതിൻ്റെ ഈ ഒരു അറ്റമെല്ലാം വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പീസ് എടുത്ത് മാറ്റുക. ഇനി അടുത്ത ബോട്ടിലിൻ്റെ നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഇതൊന്ന് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്ലെക്സ് ഒട്ടിക്കുന്ന ഒരു പശയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. നന്നായിട്ട് ഒട്ടണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സിൽക്ക് പൗഡർ ഇതിലേക്ക് ഇടണം. അതിനായിട്ട് ഇത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച ഈ ഒരു 2 ബോട്ടിൽ തമ്മിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് ഈ ഒരു ഭാഗത്തെല്ലാം ഫെവിക്കോൾ തേച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗിൽറ്റ് പൗഡറിനെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണങ്ങുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കളർ നൂലെടുത്തിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാം. ഒരു 25 ചുറ്റാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ 25 ചുറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ അയച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു കെട്ടിടുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു 2 അറ്റവും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ കളറിലും ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെയുള്ള 2 മരച്ചില്ലകളാണ്. ഇത് നമുക്ക് സാധാരണ കൊമ്പ് തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ടതാണ്. ഇത് ഡിസൈനിന് വേണ്ടി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് ഇതൊന്ന് കളർ ചെയ്യാം. ഇതൊരു ബ്ലാക്ക് കളറിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ വെറും ഡിസൈനിങ്ങിന് വേണ്ടി മാത്രമാണ്. കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എല്ലാം മരത്തിൻ്റെ കളർ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്തും ചെയ്യാം.
നമുക്കിതൊന്ന് ഉണങ്ങാനുള്ള കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെയുള്ള ഒരു തെർമോകോൾ പീസാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മരച്ചില്ലികൾ ഇതിലേക്ക് ഇറക്കി വെക്കണം. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്ലവറിനെ സെറ്റ് ചെയ്യണം. ഈ ഒരു പശ തന്നെയാണ് നമ്മളവിടെ എവിടെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഈ ചട്ടിയിലേക്ക് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു ഐറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഷോക്കേസിലും അതേപോലെ അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടനോട് കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.